ഹായ് ഹലോ നമസ്കാരം. ഇപ്പോൾ നിങ്ങൾക്കറിയാം വണ്ടിയുടെ മെയിൻ്റനൻസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ടയറുകളാണ്. അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ടയറുകൾ മാറേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ടയർ മാറണം. ടയർ മാറാൻ പറയുമ്പോൾ ഇത് കുറച്ച് ഓടിയിട്ടുണ്ട്, അപ്പോൾ ഈ ടയറൊന്ന് മാറണം. ടയർ മാറിയിട്ട് പുതിയ ടയർ ഇടണം. അതിനുവേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോറിലേക്ക് പോകാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാം ടയർ എന്ന് പറയുന്നത് വണ്ടിയുടെ ഒരു വൈറ്റൽ കോമ്പോണൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരു ടയർ നോക്കുമ്പോൾ അതിൻ്റെ ഒരു കാര്യമായിട്ട് കാണുന്ന കാര്യം എന്ന് പറയുന്നത് സേഫ് ആയിരിക്കണം, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റണം, അതുപോലെ ഗ്രിപ്പി ആയിരിക്കണം. ഗ്രിപ്പി എന്ന് പറയുമ്പോൾ ആ ഒരു വെറ്റ് കണ്ടീഷനിലും ഗ്രിപ്പി ആയിരിക്കണം. അത് മാത്രമല്ല നല്ല ഡ്യൂറബിൾ ആയിരിക്കണം, കുറച്ച് നേരം ലൈഫ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ടയറാണ് നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടി ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ടയർ പോയി കണ്ടിട്ട് ആ ഒരു ടയർ ഏതാണ് നല്ല മോഡൽ നോക്കിയിട്ട് നമുക്ക് ഈ വണ്ടിക്കുള്ള ഒരു ടയർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിലേക്ക് പോകാം. സ്റ്റോറിലേക്ക് പോയിട്ട് ഈ വണ്ടിക്ക് പറ്റിയൊരു ടയർ സെലക്ട് ചെയ്യാം. ബ്രിഡ്സ്റ്റോണിൻ്റെ സ്റ്റർഡോ എന്ന് പറഞ്ഞ് ഈ ടയർ ഫിക്സ് ചെയ്തു കേട്ടോ. ഇതിന് മുകളിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് പറയുന്നത് 29% ലോങ്ങർ ടയർ ലൈഫ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടയർ മാറുന്ന കാര്യം ഉണ്ടാവില്ല. എക്സ്ട്രാ ലൈഫാണ് ഈ ടയറിന് ബ്രിഡ്സ്റ്റോൺ പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് കാർബൺ ത്രെഡ് കോമ്പൗണ്ടും കൂടാതെ സൈഡ് വാൾ ഡിസൈനൊക്കെ തന്നെയാണ്. അത് മാത്രമല്ല നല്ല ഒരു ഗ്രിപ്പ് ഉണ്ടെന്നും നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണെന്നൊക്കെയാണ് ഈ ടയറിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ കാണാനും അത്യാവശ്യം കൊള്ളാം. ഈ ഹണിക്കോം പരണത് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. കൂടാതെ വണ്ടിക്ക് മൊത്തത്തിൽ ചന്തം നൽകുന്നുണ്ട് ഈ ടയർ. ഈ കാർബൺ ത്രെഡ് കോമ്പൗണ്ട് വിത്ത് സ്ട്രോങ് റീഇൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞില്ലേ, അത് കൂടാതെ 3D ട്രയാങ്കിൾ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഡിസൈൻ കണ്ടോ, ഈ ഗ്രൂസൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ നല്ല ഗ്രിപ്പിന് സഹായിക്കുന്നവരാണ്. നമുക്ക് എന്തായാലും വണ്ടിയിൽ ഇട്ടിട്ട് ഓടിച്ചു നോക്കാം. ഈ ബ്രിഡ്സ്റ്റോണിൻ്റെ സ്റ്റർഡോ എന്ന് പറഞ്ഞ മോഡൽ ഒരുപാട് സൈസുകളിലും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ മാറിയത് ബ്രിഡ്സ്റ്റോണിൻ്റെ സ്റ്റർഡോ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അത് മാറിയതിന് ശേഷം ഞാൻ കുറച്ചൊരു ഓടിച്ചു വണ്ടി. എനിക്കറിയാം 1000 കിലോമീറ്റർ അതിനപ്പുറം ഓടിക്കാതെ ഒരു ടയറിനെ കുറിച്ച് നമുക്ക് ഫീഡ്ബാക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ഇനീഷ്യലി വേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല സൈലൻ്റാണ്, അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിന് പറ്റിയ ഒരു ടയറാണ് ഈ ഒരു ബ്രിഡ്സ്റ്റോൺ സ്റ്റർഡോ. അതായത് 29% ആ ഒരു എക്സ്ട്രാ ലൈഫ്, ലോങ് ലൈഫ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ടയർ മാറേണ്ട കാര്യമില്ല, കുറച്ചധികം കാലം നമുക്ക് ഒരു ടയർ ഓടാന്നുള്ളതും. കൂടാതെ ഇന്ത്യൻ റോഡിലെ ഈ ഒരു അൺലേഷൻസിനും അല്ലെങ്കിൽ ആ ഒരു ഗട്ടറുകളൊക്കെ പറ്റിയ ഒരു ടയർ നിലയ്ക്ക് നമുക്ക് വണ്ടിയുടെ ടയറിനെ കാണാം. അതായത് ഈ ഒരു ബ്രിഡ്സ്റ്റോൺ സ്റ്റർഡോ എന്ന് പറഞ്ഞ ടയർ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇംപ്രഷൻ നിലയ്ക്ക് കൊള്ളാമെന്നുള്ളതാണ്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കൂടി ഈ ഒരു ബ്രിഡ്സ്റ്റോൺ സ്റ്റർഡോയുടെ പ്രത്യേകതയാണ്. അത് മാത്രമല്ല ഈ ഒരു ബ്രിഡ്സ്റ്റോൺ സ്റ്റർഡോ ടയറുകൾ വരുന്നത് അൺകണ്ടീഷണൽ വാറണ്ടി ആയിട്ടാണ്. അപ്പോൾ ഡ്യൂറബിൾ ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഫീച്ചേഴ്സുള്ള ഈ ഒരു ടയറിന് അൺകണ്ടീഷണൽ വാറണ്ടി പോലുള്ള കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിന് അനുയോജ്യമായ ടയർ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത് ഒരു മികച്ച ചോയ്സാണ്. ബ്രിഡ്സ്റ്റോൺ സ്റ്റർഡോ എന്ന് പറയുന്ന ടയർ നമ്മുടെ വണ്ടികൾക്ക് ഒരു മികച്ച ചോയ്സ് ആയിരിക്കും. ഓൾസോ बुलाना नहीं है दे 29% एक्स्ट्रा लाइफ इसलिए ज़माना बदल जाएगा पर ब्रिडस्टोन स्टर्डो चलता ही जाएगा.